12 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ഈ ആഴ്ച. 5 പേർ രക്ഷപ്പെട്ടു. ആരായിരിക്കും എവിക്റ്റ് ആവാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡബിൾ എവിക്ഷനോ ട്രിപ്പിൾ എവിക്ഷനോ ഒക്കെ നടക്കുമോ ഇനിയെങ്കിലും? ഇന്ന് ജെഫ്രിയാണ് പുതിയ ക്യാപ്റ്റനായിട്ട് മാറിയത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 12 പേര് തന്നെയായിരുന്നു നോമിനേറ്റഡ്. ജെഫ്രി തന്നെയാണ് ക്യാപ്റ്റൻ. പിന്നെ ഷോപ്പിംഗ് ടാസ്ക് വന്നു. അത് കുറച്ച് എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മുടെ നോമിനേഷൻ തന്നെയാണ് മെയിൻ ഇൻസിഡന്റ്. ഇനി എനിക്ക് കുറച്ച് സംഭവങ്ങൾ പറയാനുള്ളത് ഇന്നലത്തെ റിവ്യൂവിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസ് ആണ്. ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം വായിച്ചിട്ടുമുണ്ട്. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള, നിങ്ങൾ ഓരോ മറുപടീസും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അവരുടെ റിവ്യൂ നോക്ക്, ഇവരുടെ റിവ്യൂ നോക്ക്, എന്നിട്ട് ഞാൻ എന്തിനാണ് വല്ലവരുടെ റിവ്യൂ നോക്കുന്നത്? എപ്പിസോഡ് 10:30 തീരുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് ഹോട്ട്സ്റ്റാർ കണ്ട് തീരുന്നത്, എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അപ്പം എനിക്ക് ആരുടെയും വീഡിയോ കാണേണ്ടിയോ റിവ്യൂ കാണേണ്ടിയോ ഒരു ആവശ്യമില്ല, ഞാൻ കാണത്തുമില്ല. എൻ്റെ ഒപ്പീനിയൻ അത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണെന്ന് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ എന്തായാലും നിങ്ങൾ തമിഴ് റിവ്യൂ കാണൂ എന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പോയി തമിഴ് റിവ്യൂ നോക്കി. വിജയ് സേതുപതി എന്തെല്ലാമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് തന്നെ പോയി നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താ, ഞാൻ മേക്കേഴ്സ് അല്ലേ ഇത് ചെയ്യുന്നത്, ഹോസ്റ്റിന് എന്താ പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ ഇതെല്ലാം ഹോസ്റ്റ് ആണല്ലോ കാണിക്കുന്നത്. അപ്പം മേക്കേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇത് വരുന്നത് ഹോസ്റ്റിൻ്റെ അടുത്തായിരിക്കും. പിന്നെ പവിത്രയെ ചൊറിഞ്ഞു, പിന്നെ അൻഷിതയെ ചൊറിയാൻ പോയി, അൻഷിത കൊടുത്തില്ല, സാചന തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന വേർഡുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹോസ്റ്റിന് ചൊറിയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതിന് തന്നെയാണ് വീക്കെൻഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിര് കടന്ന് ഒരാളെ പറയുമ്പോൾ അവർ അതിര് കടന്ന് പറയരുത്. അതിര് കടന്ന് പറയുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ നമ്മൾ കണ്ടതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മിനിങ്ങാന്നിന് തലേന്ന് വരെ ഞാൻ വല്ലതും പറഞ്ഞോ വിജയ് സേതുപതിയെ കുറിച്ച്? ഒന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നുമേ പറഞ്ഞില്ല. എനിക്ക് ഇന്നലെ മിനിങ്ങാന്ന് കണ്ടിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം എന്തെല്ലാം, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എവിടം കൊണ്ടാണ് ബിഗ് ബോസ് കാണുന്നത്? എന്തെല്ലാം വലിയ 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 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. റയാൻ റാണ വിഷു എന്തെങ്കിലും അവിടെ സംസാരിച്ചോ? ഇന്നലെയാണ് ആ ടോപ്പിക് എടുക്കുന്നത്, മെനിങ്ങാന്നാണ് ആ ടോപ്പിക്ക് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് മെനിങ്ങാന്നത്തെ ഷൂട്ടിംഗ് എത്ര മണി വരെ രാത്രി പോയെന്നറിയാമോ? നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരുന്നു. ശനിയാഴ്ചത്തെ എപ്പിസോഡ് 9:30 തുടങ്ങിയിട്ട് കറക്റ്റ് 12 മണിക്കാണ് തീരുന്നത്. അപ്പോൾ ഇതെല്ലാം മേക്കേഴ്സ് കൊടുക്കുന്ന മാത്രമല്ല, ഇവർ സംസാരിച്ചു വരുന്ന രീതിയിലും അത് ഉള്ളൊരു കാര്യമാണ്. ഞാൻ റിവ്യൂ ചെയ്യാനിരിക്കുന്നത് എപ്പോഴും എൻ്റെ ഒപ്പീനിയൻ പറയാനാണ്, അല്ലാതെ നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് പറയാനല്ല. പലരും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ കേട്ട് എന്തിനാണ് ഞാൻ പറയുന്നത്? എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ഇല്ലേ, ആ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ഒരാൾക്ക് പോയി നിങ്ങൾ വോട്ട് ചെയ്യ് എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു വിടും. എനിക്കെന്താണ് വിജയ് സേതുപതിയെ പൊക്കി തലയിൽ വെച്ചാലും താഴെ വെച്ചാലും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്ന് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും കിട്ടത്തുള്ളൂ. ഞാൻ അതിനുകൊണ്ട് എൻ്റെ റിവ്യൂ തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓക്കെ. പിന്നെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, പവിത്ര അതിനകത്ത് ഗെയിം കളിച്ചതാണ്, നിങ്ങൾക്കത് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു, പവിത്ര ഗെയിം കളിച്ചത് തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു പവിത്ര ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞതിനുള്ള എക്സ്പ്ലനേഷൻ. പവിത്ര എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ കണ്ടിട്ടുള്ള ഈ 10, 50, 55 ദിവസം എന്താണ് പവിത്ര അവിടെ ചെയ്തത്? പവിത്ര വരുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പവിത്ര ജെന്യുവൻ ആണടെ. ഒന്നും ഇല്ല അവിടെ, ഒന്നും ചെയ്യണില്ല. എൻ്റെ റിവ്യൂവിൽ പോലും ഞാൻ പവിത്രയെ പറയലേ ഇല്ല, കാരണം ഒന്നും ചെയ്യണില്ല. അപ്പം ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് അബദ്ധവശാല അവസാനം പറ്റിപ്പോയി. അത് ഗെയിം. അത് നമുക്ക് പൊതുവേ ബിഗ് ബോസ് റിവ്യൂവേഴ്സിൽ നിന്ന് കാണുമ്പോഴത്തേക്കും അത് ഗെയിം. പവിത്ര കാണിച്ചത് കണ്ടോ, ഗെയിം 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 ഗെയിം, അത് ഗെയിമാണ്, അത് കറക്റ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം, ഇറ്റ്സ് എ നോർമൽ തിങ്. അതിപ്പോൾ എനിക്ക് വേണമെങ്കിലും പറയാം. ഞാനത് പറഞ്ഞില്ല, കാരണം പവിത്ര ഈ കഴിഞ്ഞ 55 ദിവസം കൊണ്ടും ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് അൻഷിതയുടെ കേസിലും ഞാൻ പറഞ്ഞത്. അൻഷിതയും ഭയങ്കര വലിയ ഗെയിമറൊന്നുമല്ല. പക്ഷേ ആ ലാസ്റ്റ് വരുന്ന ഒരു ഇൻസിഡന്റിൽ മാത്രമാണ് ഞാൻ അൻഷിതയുടെ കേസ് എടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ചെയ്യുന്ന ഇൻസിഡന്റിൽ ഗെയിം ആണെന്നുള്ള വ്യക്തമായ ധാരണ വന്നാൽ മാത്രമേ ഞാനത് പറയത്തുള്ളൂ. അയാൾ അവിടെ ദൈവത്തെ കൊണ്ട് അടിച്ച് സത്യം എടുത്ത്, അയ്യോ ഞാൻ കളിച്ച ഗെയിമല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഗെയിമാണ്, അപ്രിഷിയേറ്റ് ചെയ്യാം. വിജയ് സേതുപതി പറയുമ്പോൾ എനിക്ക് ഗെയിം അല്ല സാർ, എന്നെ ഔട്ടാക്കിയാലും കുഴപ്പമില്ല സാർ, എങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പം പവിത്ര ചൊറിയാൻ പോയി തിരിച്ച് വാങ്ങിച്ചതാണെന്നേ ഞാൻ പറഞ്ഞോളൂ. വേറെ അവിടെ ഒന്നുമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് എനിക്ക് പവിത്രയുടെ അതിൽ തോന്നിയത്. ഇനി പവിത്ര ഗെയിം ആണെന്ന് തന്നെ ഇരുന്നോട്ടെ. ഇനി ഞാൻ എല്ലാം ഗെയിമായിട്ട് പറയാം കേട്ടോ. അപ്പം ഇനിയെല്ലാം ഞാൻ ഗെയിമായിട്ട് പറഞ്ഞോളാം. കാരണം ഇനി അവിടെ ആര് കരഞ്ഞു കഴിഞ്ഞാലും, ആരെങ്കിലും വന്ന് കുത്തിക്കൊന്നു കഴിഞ്ഞാലും അത് ഗെയിം എന്ന് ഞാൻ പറഞ്ഞോളാം. അപ്പം നിങ്ങൾക്ക് സമാധാനമാവോ? ഞാൻ എൻ്റെ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ. അത് ഞാൻ ആദ്യം മുതലേ പറയുന്ന സംഭവം. എനിക്ക് ആരുടെയും റിവ്യൂ കാണേണ്ട ഒരു ആവശ്യമില്ല, ആരുടെയും ഇൻഫ്ലുവൻസ് ആവേണ്ട ഒരു കാര്യമില്ല, ആർക്ക് സ്റ്റാൻഡ് വരേണ്ട ഒരു കാര്യമില്ല. എനിക്കെന്ത് തോന്നുന്നു അതാണ് ഞാൻ പറയുന്നത്.
അതിനിടയിൽ ഇന്നലെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കണ്ടിട്ട് എനിക്ക് റിപ്ലൈ തരാൻ അറിയാത്തതുകൊണ്ടല്ല, കാരണം എന്തിനാണ്, വെറുതെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ റിവ്യൂ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവ്യൂ നിർത്തുക, ഓക്കെ. അപ്പം അത്രയും ബുദ്ധിമുട്ടിയിരുന്ന് കാണുന്ന ആര് കാണണ്ടെന്നാണ് എനിക്ക് പറയാം. നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറഞ്ഞു വരുമ്പോൾ വിജയ് സേതുപതി വളരെ മോശക്കാരൻ ആയിട്ടാണല്ലോ നിങ്ങൾ ചിത്രീകരിക്കുന്നത്. വളരെ മോശമായിരുന്നു ഇന്നലത്തെ മിനിങ്ങാത്തെ ഹോസ്റ്റിംഗ്. നിങ്ങൾക്ക് പോയി ട്വിറ്ററിൽ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ തമിഴ് ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ആവുന്ന ട്വിറ്ററിലാണ്. നിങ്ങൾക്ക് അവിടെ പോയി ട്വീറ്റ്സുകൾ ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ഇന്നലെ മിനിങ്ങാന്ന് അവർ ഹോസ്റ്റിനെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം. ആശാനെ ശരിക്കും നിങ്ങൾക്ക് തമിഴ് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് തമിഴ് അറിയാമെങ്കിൽ താനൊരു ചാനൽ തുടങ്ങി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ സീസൺ 7 ചെയ്തതാണ്, ഈ 8 ചെയ്തതാണ്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് മനസ്സിലാകുന്ന കാര്യം എനിക്ക് പറഞ്ഞു തരുകയും ചെയ്യും. ഓക്കെ, അൻസിഫ് ഇതുവരെയുള്ള വീക്കെൻഡ് കണ്ടിട്ട് മനസ്സിലായത് വിജയസിന്റെ സ്റ്റൈൽ റോസ്റ്റിംഗ് ആണ്. ഓക്കെ, റോസ്റ്റിംഗ് ആണ്, ഞാൻ റോസ്റ്റിംഗ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ മെത്തേഡാണ് നല്ലത്, ഓക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് കൂടിപ്പോയി, അതിര് കടന്നുപോയി, അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല പറഞ്ഞത്. പിന്നെ വിജയസ് അല്ലല്ലോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, ഓക്കെ അത് ഞാൻ അംഗീകരിക്കുന്നു, ക്രൂവിനെയാണ് പറയേണ്ടത്. പിന്നെ വളരെ മോശം റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സഹോദരൻ ഉപയോഗിക്കുന്ന ഭാഷ മാന്യമായി പറയുക, ഓക്കെ അത് ഞാൻ ശ്രദ്ധിക്കാം, അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ശരിക്കും ചിരി വരുന്നു. ചിലപ്പം അവർ പറയുന്നതല്ല ആവില്ല നിങ്ങൾ റിവ്യൂവിൽ പറയാറുള്ളത്. തമിഴ് ശരിക്കും അറിയാഞ്ഞിട്ടാണോ? അത് എനിക്ക് തമിഴ് ഒട്ടും അറിയില്ല കേട്ടോ. എനിക്ക് തമിഴ് എഴുതാനോ വായിക്കാനോ പറയാനോ ഒന്നുമില്ല, എനിക്ക് അറിയത്തുമില്ല തമിഴ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വന്ന്, ഞാൻ എൻ്റെ ഫോൺ നമ്പർ അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം, നിങ്ങൾ വന്ന് എന്നെ ഒന്ന് തമിഴ് പഠിപ്പിക്കുക. പിന്നെ അൻസിഫ് ശരിക്കും ഫുൾ എപ്പിസോഡ് കണ്ടോ? ഒരു അടിപൊളി വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു. പവിത്ര എന്ത് തേങ്ങയാണ് പറഞ്ഞത്? പവിത്ര കള്ളത്തരം കാണിച്ച് ചുറ്റി പറയുന്നതിനെ ട്രോൾ ചെയ്താണ് ഹോസ്റ്റ്. ഇതാണോ ട്രോളിങ്? അയ്യോ ഇങ്ങനെയാണ് ട്രോളിങ്, അത് നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു നിർത്തൽ വേണ്ടേ ഇതിന്? ആ ടോപ്പിക്ക് പിടിച്ച് എന്ത് നേരം പോയി. ഞാൻ അതാണ് ചോദിക്കുന്നത്, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആ ടോപ്പിക്ക് പിടിച്ച് ഒത്തിരി നേരം. അൻസിഫ് കമൽ സാറ് ഫാൻ ആയതുകൊണ്ടാണ് അൻസിഫിന് മാത്രം അങ്ങനെ തോന്നിയെന്നോ? കമൽ സാറ് ഇതിൻ്റെ 7 വെക്കാൻ കമൽ സാറിനെ കൊള്ളത്തില്ല. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ആരുടെ ഫാന്? ബിലാലിൻ്റെയോ? എല്ലാവരും കണക്കാ. ഞാൻ ആരെ എടുത്ത് പൊക്കിപ്പിടി? കമൽ സാർ, അയ്യോ ഇത് വന്നപ്പോൾ ഇത്തി ആശ്വാസമുണ്ട്. വിജയ് സാർ വന്നപ്പം ഇത്തി ആശ്വാസമുണ്ട്. കമൽ സാറിൻ്റെ കേസ് അടുത്ത് ദൂരെ അറിയണം. അടുത്ത് 5 ആൾക്കാരെ പുറത്തായിട്ട് നിൽക്കുന്ന പാവം പവിത്രയാണ് ജെനുവിൻ പേഴ്സൺ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പവിത്ര എന്താ എങ്ങനെയൊക്കെയോ പറ്റി, അതെ ഇതെൻ്റെ ഗെയിം അങ്ങനെ ആയതാണ് ആ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറയുന്ന റിവ്യൂ ആണ് ബ്രദർ. ബ്രോ ആക്ച്വലി യു ആർ നോട്ട് സീയിങ് ബിഗ് ബോസ്. അതെ ഞാൻ ബിഗ് ബോസ് കാണാറേ ഇല്ല. അതാണ് ഞാൻ ഈ രജിസ്റ്റർ മുഴുവൻ എഴുതി ഞാൻ ബിഗ് ബോസ് കാണാതെയാണ് വന്നിവിടെ നിന്ന് ചെയ്യുന്നത്. ഓക്കെ, എപ്പിസോഡ് കണ്ടിട്ടാണോ റിവ്യൂ? അല്ല എപ്പിസോഡ് കാണാറില്ല, ഞാൻ ഗണിച്ചാണ് റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാഡ് റിവ്യൂ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ആം സ്റ്റോപ്പിംഗ് വാച്ചിങ് യുവർ റിവ്യൂ. ഒരു സെൻസ് ഇല്ല. അജിതയാണ് പറഞ്ഞിരിക്കുന്ന റിവ്യൂ സ്റ്റോപ്പ് ചെയ്യണം. അജിത സ്റ്റോപ്പ് ചെയ്യണം ഇന്ന് ഈ സ്പോട്ടിൽ. അജിതയുടെ പേര് പറഞ്ഞ് ഈ സ്പോട്ടിൽ അൺസബ്സ്ക്രൈബ് അടിച്ചോ, സ്റ്റോപ്പ് അടിച്ചോ. ഓക്കെ ഇത്രയേ ഉള്ളൂ, തീർന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കമൻറ്റുകൾ അങ്ങനെയൊക്കെ വന്ന് അവിടെ കിടക്കുന്നുണ്ട്, അവിടെയൊക്കെ കിടന്നോട്ടെ, ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഇത്രയും പറയാൻ നിന്നത് ഇന്നത്തെ റിവ്യൂവിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 ഡേ 57 ഡിസംബർ 2 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ മുത്തു ഇന്നലെ രാത്രിയിലത്തെ സാധനമാണ്. മുത്തുവും ദീപക്കും കൂടെ ഇപ്പോൾ ഒരു ചെറിയൊരു ടീംമേറ്റ് കൂടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുത്തു പറയുകയാണ് മഞ്ജരിക്ക് 8 പേരാണ് നോമിനേറ്റ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ദീപക്ക് മഞ്ജരി ചെയ്യുന്നത് കുറച്ച് ചില കാര്യങ്ങൾ ഇത്തിരി ഓവർ ആവുന്നുണ്ടോ? അപ്പോൾ മുത്തു പറയാണ് മഞ്ജരിക്ക് എല്ലാം അറിയാമെന്നാണ് മഞ്ജരി പറയുന്നത്. എന്നെ അവിടെ നെഗറ്റീവായിട്ടാണ് പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ആൻറ്റഗോണിസ്റ്റാണ് ഞാൻ, അതുപോലെയാണ് എന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് മഞ്ജരി എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് മുത്തു പറഞ്ഞു. അത് മുത്തു പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം സീസൺ 7 ഇപ്പോൾ ഓരോ സീസൺ ആയാലും ആ സീസണിൽ ഒരു വില്ലൻ, ഒരു നായകൻ, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ സീസണിൽ മഞ്ജരി എന്ന് പറയുന്ന ഒരു വില്ലത്തി ക്യാരക്ടറാണ് ഉള്ളത്. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസിന് നല്ല മെറ്റീരിയൽസ് ആണ്. പക്ഷേ എന്താ ഈ സീസണിലെ മഞ്ജരിയുടെ ആ ഒരു ഊഹം ശരിയാണ്. മഞ്ജരി തന്നെയാണ് ഈ സീസണിൽ ഒരു വില്ലത്തി, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൊറി ടൈപ്പ് തോന്നണം പ്രേക്ഷകർക്ക്. എന്തായി കാണിക്കുന്നത് ആ ഒരു വില്ലത്തി ടൈപ്പ് തോന്നുന്നത് ഈ പറയുന്ന ആരിൽ നിന്നാണ്? നമ്മുടെ മഞ്ജരി. അത് കറക്റ്റാണ്. ഇപ്പം നമ്മുടെ സീസൺ 7 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അർച്ചനയാണ് പോസിറ്റീവ്, മായയും പരിവാരങ്ങളുമാണ് നെഗറ്റീവ്. അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഒരു ഇത്, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസ് എടുത്തു നോക്കാം. ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ എന്താണ് അതിനകത്ത് നടക്കുന്നത്? നമ്മുടെ ജാസ്മിൻ ഗബ്രി, അതൊരൊറ്റത്തേക്ക് ഒരു നെഗറ്റീവ് ഗെയിം, പിന്നെ വേറെ ലെവലിൽ ഒരു പോസിറ്റീവ് ഗെയിം, അങ്ങനെയാണത് പോകുന്നത്. പക്ഷെ അതെല്ലാം ഗെയിമാണ്. അതല്ല നമുക്ക് പേഴ്സണലി അവർ പോസിറ്റീവാണ് ഇവർ നെഗറ്റീവ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ,
അപ്പം പിന്നീട് ആനന്ദി, വിശാല, അൻഷിത, തർഷിക കിച്ചണിലിരിക്കുന്നു. സൗന്ദര്യയെക്കുറിച്ച് സംസാരിക്കുന്നു. സൗന്ദര്യ ഈ എവിക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ റയാൻ ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നേനെ, ഡേഞ്ചർ സോണിൽ വന്നേനെ എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നീട് കുറച്ച് കഴിയുന്നു, സൗന്ദര്യം വരുന്നു, വിശാൽ ഐസ്ക്രീം ഒക്കെ മോട്ടിച്ചെടുക്കുന്നു. ദീപക് വന്നിട്ട് ഇവിടെ നിന്ന് എണ്ണ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. പിറ്റേന്ന് നേരം വെളുക്കുന്നു. മോർണിംഗ് സോങ് മേഘം പറക്കുത് നക്കച്ചിക്ക് ആ പാട്ടാണ്. ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള 2 പേരും സാചനയും ജെഫ്രിയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. പ്ലാസ്മ ടിവിയിൽ നമ്പർ പ്ലേറ്റ്, ഒരു നമ്പർ പ്ലേറ്റ് കാണിക്കും. ആ നമ്പർ പ്ലേറ്റ് കുറേ നമ്പർ പ്ലേറ്റുകൾ ഈ ആക്ടിവിറ്റി ഏരിയയിൽ നിരത്തിയിട്ടിരിക്കും. ഏതാണോ ആ നമ്പർ പ്ലേറ്റ്, പ്ലാസ്മ ടിവിയിൽ കണ്ട നമ്പർ പ്ലേറ്റ് ഏതാണോ അത് പറക്കിയെടുക്കുക, കൊടുക്കുക. ആദ്യം ആരാണോ കൊടുക്കുന്നത് അവരാണ് വിന്നർ. 10 റൗണ്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ തവണ ആരാണോ പറക്കിയെടുക്കുന്നത് അവർ ജയിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ടാസ്കിന് പോകുന്നതിന് മുന്നേ സൗന്ദര്യ ജെഫ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ നീ വിട്ട് കൊടുക്കരുത്, നീ തന്നെ കളിക്കണം കേട്ടല്ലോ, നീ അവിടെ ഇനി അഭിനയിച്ച് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഓക്കെ ഞാൻ വിട്ടൊന്നും കൊടുക്കത്തില്ല, ഞാൻ കളിക്കും, നിനക്ക് വേണ്ടിയെങ്കിലും ഞാൻ കളിക്കും, ഞാൻ ക്യാപ്റ്റൻസി പിടിച്ച് വാങ്ങിക്കും എന്നുള്ള വാശിയോട് കൂടി ജെഫ്രി പോകുന്നു. 2 പേരും സൂപ്പറായിട്ട് തന്നെ കളിക്കുന്നു. അപ്പം അതിനകത്ത് 5 പോയിന്റ് ആദ്യം ജെഫ്രിക്കും കിട്ടുന്നു, 5 പോയിന്റ് സാജനയ്ക്കും കിട്ടുന്നു, ഈക്വൽ ആവുന്നു. അപ്പം തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു, ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജെഫ്രി അത് പറക്കിയെടുക്കുകയാണ്. ജെഫ്രി ഇങ്ങനെ സാജനയും കാണുന്നു, ജെഫ്രി ഇങ്ങനെ എടുക്കുന്നു, സാജനയ്ക്ക് ജസ്റ്റ് മിസ്സാവുന്നു. അങ്ങനെ ജെഫ്രി ക്യാപ്റ്റൻ ആവുന്നു. ജെഫ്രിക്ക് കിരീടമൊക്കെ വെച്ചു കൊടുക്കുന്നു. കുക്കിംഗ് ടീം അൻഷിത, വിശാൽ, മുത്തു, റയാൻ, പവിത്ര. അതിനകത്ത് മുത്തു ഓൾ ഇൻ ഓൾ, കുക്കിങ്ങിൻ്റെ ഓൾ ഇൻ ഓൾ. അടുത്ത ഹൗസ് കീപ്പിംഗ് സാചന, രഞ്ജിത്ത്, മഞ്ജരി, ആനന്ദി. ഇവരാണ്. സാചന, റാണവ്, മഞ്ജരി, ആനന്ദിയാണ് ഹൗസ് കീപ്പിംഗ്. ടോയ്ലറ്റ് ദീപക്. എനിക്കത് പേഴ്സണലി ചെയ്ത പോലെ തോന്നി. കാരണം കഴിഞ്ഞ ആഴ്ച ദീപക് ടോയ്ലറ്റിലേക്ക് എടുത്ത് ജെഫ്രീനെ ഇട്ടു, അല്ലേ എടുത്തിട്ടു. അപ്പോൾ ഇത്തവണ ദീപക്കിനെ ഒറ്റയ്ക്ക് എടുത്ത് തിരിച്ചിട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വെസലിലേക്ക് റയാന്, സത്യ, അരുൺ, തർഷിക, ജാക്ലിൻ, സൗന്ദര്യ. ഇവരെത്രയാണ്. സ്റ്റോർ റൂം ഇൻചാർജ് സത്യയും, കിച്ചൺ ഇൻചാർജ് തർഷികയും. കിരീടമൊക്കെ വെച്ചു കൊടുത്ത് അതെല്ലാം കഴിയുന്നു. അടുത്ത് ഓഡിയൻസ് പോൾ വരികയാണ്. ഇത്തവണ ക്യാപ്റ്റനൊരു അസിസ്റ്റന്റ് വേണം. പ്രേക്ഷകർ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും തീരുമാനിക്കട്ടെ ആര് വരണം എന്ന്. അങ്ങനെ എല്ലാവരും പറഞ്ഞു സാജന വരണം. അങ്ങനെ സാജന അസിസ്റ്റന്റ് ആവുന്നു. ബാഡ്ജ് വരികയാണ്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുത്തു ജെഫ്രി എടുത്ത് സംസാരിക്കുകയാണ്. എനിക്ക് എല്ലാത്തിലും ഇടപെടാമല്ലോ അല്ലേ, കാരണം ഞാൻ കിച്ചണിലെല്ലാം അല്ലേ, അപ്പോൾ എനിക്ക് അവരെ രാവിലെ ഉറക്കം എഴുന്നേൽപ്പിക്കുന്ന മുതൽ അങ്ങനെയൊന്നും പറ്റത്തില്ല, സാജനയുണ്ട് അതിന് കേട്ടോ. അപ്പോൾ നീ അധികം ഷോ ഒന്നും ഇറക്കണ്ട എന്നുള്ള ലെവലിൽ ജെഫ്രി പറഞ്ഞു. സാജനയുണ്ട്, നീ കിച്ചണിലെ കാര്യം നോക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞ് സാജന, മഞ്ജരി, ആനന്ദി. സാജന പറയാണ് ഞാൻ വിട്ടുകൊടുത്തതാ, എനിക്ക് ഞാൻ വിട്ടുകൊടുത്തോ അങ്ങനെ തോന്നി. അങ്ങനെ ഒന്നും തോന്നിയില്ല എന്ന് മഞ്ജരി പറയുന്നു. അപ്പോൾ സാജന പറയാണ്, എവിക്ഷൻ പാസ് ആർക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ജെഫ്രി തന്നെ ഇപ്പോൾ ക്യാപ്റ്റനായി, ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ കാർഡും ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ കാർഡ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അതല്ലാതെ തന്നെ ജെഫ്രി നോമിനേറ്റഡ് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ എന്താണ് ഇനിയിപ്പോൾ ആ കാർഡ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ലെവലിൽ സാജന ചോദിക്കുകയാണ്. പിന്നീട് നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഇപ്പം നമ്മുടെ ഈ കോർട്ട് മാറ്റിയതിനു ശേഷം ക്യാപ്റ്റൻ്റെ ഈ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച ദീപക്കിന് 3 പൂ വന്നു, 5 പൂ വന്നു. അതിന് മുന്നേ മഞ്ജരിക്ക് 3 ബാഡ്ജ് വന്നു. അതിന് മുന്നേ അരുണ് വന്നു 5 സ്ട്രിങ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ആഴ്ചയും വരികയാണ് ജെഫ്രിയുടെ ഒരു പസിലുള്ള ഒരു ബോർഡാണ്. ജെഫ്രിയുടെ ഫോട്ടോയാണ് ഒരു പസിലാക്കിയിട്ടുള്ളതാണ്. 3 പീസുകൾ ചേർത്ത് വെച്ച പസിലാണത്. അപ്പോൾ ജെഫ്രി എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയോ ഈ വീക്ക് ഇൻട്രസ്റ്റ് അല്ലാതെയോ ബോറിംഗ് ആണെങ്കിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് വലിച്ചൂരി പൊട്ടിച്ച് കാര്യം പറയുക, ലിവിംഗ് റൂമിൽ വന്നെന്ന് പറയണം. നമ്മുടെ സ്ഥിരം പല്ലവി. പിന്നെ പട്ടി കുറയ്ക്കുന്നെങ്കിൽ ശിക്ഷ കൊടുക്കണം, അതൊക്കെ തന്നെയാണ്. അത് കഴിയുന്നു. ജെഫ്രി പറയാണ്, അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പറക്കേണ്ടി വരൂല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ജെഫ്രി അങ്ങനെ ഒരു സാധനം പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അവരവരുടെ കാര്യങ്ങൾ നോക്കി പ്രശ്നം ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ സാധനം പൊട്ടിക്കേണ്ടി വരില്ല. നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴായിരിക്കണം എനിക്ക് ഇടപെടേണ്ടി വരുമ്പോഴായിരിക്കും പ്രശ്നം വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ജാക്ലിൻ ജെഫ്രി കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, ജെഫ്രി നീ വിട്ടുകൊടുക്കാത്ത എന്താ? നീ വിട്ടുകൊടുക്കും എന്നല്ലേ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നത്? അപ്പോൾ ജെഫ്രി പറയണം, സൗന്ദര്യം നിൽക്കുന്നു, ഞാൻ പിന്നെ പറയാം. അപ്പോൾ സൗന്ദര്യം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പോകുന്നു. ഇതെപ്പോഴെങ്കിലും സൗന്ദര്യം തിരിച്ച് ചോദിക്കും, അതെനിക്ക് ഉറപ്പാണ്. നീ എന്നെ അന്നേരം ജാക്ലിനോട് കിന്നാരം പറയാൻ എന്നെ പറഞ്ഞു വിട്ടില്ലേ എന്ന് ചോദിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്നിട്ട് ജെഫ്രി പറയുകയാണ്, അതായത് ഞാൻ 2 ചാൻസ് വിട്ടുകൊടുത്തു, മനഃപൂർവ്വം ഞാൻ വിട്ടുകൊടുത്തു. ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന കണ്ടില്ല, എന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വിട്ടുകൊടുത്തു. പിന്നെ അവസാനം വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വിട്ടുകൊടുത്തിട്ട് സാജന എടുക്കാതായപ്പോഴാണ് ഞാൻ എടുക്കാൻ പോയപ്പോഴാണ് സാജന കയറി എടുത്തത്. അപ്പം അങ്ങനെയാണ് പോയതെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവർ 2 പേരെ കളിക്കുമ്പോഴായാലും അങ്ങനെ വിട്ടുകൊടുത്തൊരു ഫീൽ തോന്നുന്നില്ല. 2 പേരും മത്സരിച്ച് കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് കഴിയുന്നു,
തർഷിക സാജന അടുത്ത് പറയാണ്, എടി ക്യാപ്റ്റന്റെ കയ്യിലേക്ക് ഒരു പ്രശ്നവും പോവരുത് എന്നുള്ള ലെവലിൽ നീ എല്ലാം കൈകാര്യം ചെയ്യണം. അതാണ് ഒരു അസിസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് നീ ചെയ്യണം. അത് തർഷിക പറഞ്ഞ പോലത്തെ വളരെ നല്ല കാര്യം. ദെൻ നോമിനേഷൻ വരുന്നു. ഓപ്പൺ നോമിനേഷനാണ്. ആക്ടിവിറ്റി ഏരിയയിൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ആ 2 പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക, ഞാൻ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അവിടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വിളിച്ചേർത്തി കാരണം പറയുക, രണ്ടാമത്തെ ആളെ വിളിച്ചേർത്തി കാരണം പറയുക. ക്യാപ്റ്റൻ നോമിനേഷൻ ഫ്രീ ആണ്. ജെഫ്രി ഒഴികെ ബാക്കി ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. അരുൺ പോകുന്നു മഞ്ചരിയുടെയും മുത്തുവിൻ്റെയും പേര്. മഞ്ചരി ഇവിടെ തെറ്റായിട്ടുള്ള വാക്കുകൾ പലതും പോപ്പപ്പ് ചെയ്ത് ഇവിടുത്തെ വീക്ക് എന്നുള്ള സാധനത്തിനെ ബെസ്റ്റ് ആക്കി കാണിക്കാൻ നോക്കുന്നു. അപ്പൊ മുത്തു വിഷയങ്ങൾ പേഴ്സണലി, മുത്തുവിന്റെ പേര് അരുൺ പറയുന്നു. പിന്നെ മുത്തു ഇവിടെ വിഷയങ്ങൾ പേഴ്സണലി പലർക്കും അഫക്ട് ചെയ്യുന്നു. ആനന്ദിക്കായാലും സാജനയ്ക്കായാലും എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അൻഷിത മഞ്ചരിയുടെയും റയാന്റെയും പേര്. മഞ്ചരി ഇവിടുത്തെ നെഗറ്റീവ് മാത്രമേ മഞ്ചരിക്ക് അറിയാത്തുള്ളൂ. മഞ്ചരി ആ നെഗറ്റീവിൽ മാത്രം ഇടപെട്ട് മൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ റയാൻ ജാക്കിലിന്റെ കൺട്രോളിൽ നിൽക്കുന്നു, അതാണ് കാരണം. മുത്തു പോകുന്നു പവിത്രയുടെയും റയാന്റെയും പേര്. പവിത്ര 9th വീക്കിൽ തോന്നുന്നത് മുന്നിൽ വന്നപ്പോൾ ഒന്നും പറയുന്നില്ല, എല്ലാം പിന്നിൽ നിന്നാണ്. അപ്പൊ റയാനും ഒളിച്ചു കളിയാണ്. സൗന്ദര്യ പോകുന്നു ആനന്ദിയുടെയും പവിത്രയുടെയും പേര്. ആനന്ദി ചില കാര്യം അറിയാവുന്ന കാര്യം ബ്രെയിൻ വാഷ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. പവിത്രയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. മാത്രമല്ല പവിത്ര എന്ത് ചെയ്യുന്നു, ചില സമയത്ത് പവിത്രയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ചില സമയം പവിത്ര ഒന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞു കഴിഞ്ഞാലും എന്നൊക്കെ പറയാണ്. അവിടുത്തെ ദീപക്ക് പോകുന്നു മഞ്ചരിയുടെയും സാജനയുടെയും പേര്. മഞ്ചരി സ്പോർട്സ്മാൻഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിലൊരു എത്തിക്സ് കുറവുണ്ട് മഞ്ചരിക്ക്. പിന്നെ ചെറിയ പ്രശ്നം വലുതാക്കി മാറ്റും. സാജനയുടെ പേര് പറയുന്നു. 9th വീക്കിൽ ഒരു ചൈൽഡിഷ്നെസ് ഉണ്ട്, അവിടെ ക്യൂട്ടല്ല, ഇത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അത്ര ക്യൂട്ടൊന്നും അല്ല. പിന്നെ ഗെയിമിൽ ഡിസ്റ്റർബിങ് ആണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സാജനയുടെ കേസിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, സാജന അവിടെ ഉള്ളത് കൊണ്ട് കളിക്കാൻ പറ്റാത്ത പലരും അവിടെ ഉണ്ട്. സത്യം സാജന അതിപ്പോൾ ദീപക്കിനെ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ്. പൊന്നെ കരളെ പൂവെന്ന് പറഞ്ഞ് ഈ സാജന എടുത്ത് പൊക്കി തലയിൽ പിടിച്ചുകൊണ്ട് നടക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ രഞ്ജിത്ത് പോകുന്നു മഞ്ചരിയുടെയും ആനന്ദിയുടെയും പേര്. മഞ്ചരി എല്ലാവരും സെയിം റീസൺ ആണ് കേട്ടോ പറയുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ആനന്ദിയുടെ പേര് ഇവിടെ ക്യാപ്റ്റൻഷിപ്പിൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഈ ദീപക് വന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ കേസും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഡിസ്കഷൻ തന്നെ അവിടെ ഉണ്ടാക്കി, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സത്യ പോകുന്നു രഞ്ജിത്തിൻ്റെ മഞ്ചരിയുടെയും പേര്. രഞ്ജിത്ത് ഷെല്ലിനകത്ത് എപ്പോഴും ഇരിക്കുന്നു. മഞ്ചരി സെയിം റീസൺ ആണ്. മഞ്ചരി പോകുന്നു സത്യയുടെയും സൗന്ദര്യയുടെയും പേര്. സത്യ ഒപ്പീനിയൻ ഇല്ല, ജോളി ഫൺ സേഫ് കളിയാണ്. സൗന്ദര്യ ആരെങ്കിലും എന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിയാക്ഷൻ ആയിട്ട് അവിടെ റിയാക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അത് പൊളിയാണ്, കറക്റ്റ് കാരണമാണ് ഈ പറയുന്ന മഞ്ചരി പറഞ്ഞത്. അപ്പോൾ വിശാല് പോവാണ് മുത്തുവിൻ്റെ ആനന്ദിൻ്റെ പേര്. മുത്തു ഈ വീക്കിൽ ഗെയിം നല്ല താഴേക്ക് പോവാണ്, ഇൻഡിവിജ്വാലിറ്റി കാണുന്നില്ല. ജാക്കിലിന് ചില കാര്യങ്ങൾ എനിക്ക് അതറിയാം ഇതറിയാം. അല്ല, വിശാല് ആനന്ദിയുടെ പേരും പറയുന്നു. ആനന്ദി ബോയ്സ് ഗേൾസ് ടൈം ആയിരുന്നപ്പോൾ ഒത്തിരി പോയിന്റുകൾ പറഞ്ഞു, ഇപ്പം അത് കാണുന്നില്ല. ആനന്ദി പോകുന്നു രഞ്ജിത്തിൻ്റെയും ജാക്കിലിൻ്റെയും പേര്. രഞ്ജിത്ത് എന്നെ കുത്തിയാൽ ഞാൻ തിരിച്ചും കുത്തും, ആ ലെവലിലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുകയാണ്. ഇത് പണ്ട് ജാക്കിലിനും പറഞ്ഞിട്ടുണ്ട് ഈ സെയിം സാധനം, ഇത് കറക്റ്റാണ്. പിന്നെ ജാക്കിലിൻ്റെ പേരും ആനന്ദി പറയുന്നു. അതറിയാം ഇതറിയാം എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഫേക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി പലരെയും ബ്രാൻഡിങ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പുറത്ത് ജാക്കിലിൻ പോകുന്നു റാണവിൻ്റെ തർഷികയുടെയും പേര്. റാണവ് പല കാര്യങ്ങളും മനസ്സിലാവാത്തതിനെ പോലെ ആക്ട് ചെയ്യുന്നു, മണ്ടനായി ആക്ട് ചെയ്യുന്നു. തർഷികയാണെങ്കിലോ നോമിനേഷനിലുള്ളപ്പോൾ ഒരു മുഖം, ഇല്ലാത്തപ്പോൾ വേറൊരു മുഖം. തർഷിക പോകുന്നു ജാക്കിലിൻ്റെ മുത്തുവിൻ്റെയും പേര്. ജാക്കിലിൻ തന്നോട് ഒരു സ്റ്റാൻഡ്, ആദ്യത്തെ ഒരു വീക്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പ്ലേ ഇല്ല, ഒന്നുമില്ല. പിന്നെ മുത്തുവിൻ്റെ പേര് പറയാൻ കാരണം ടീമിൽ ഇൻഡിവിജ്വാലിറ്റി കാണിച്ചിരുന്ന ഒരാളായിരുന്നു മുത്തു. ഇപ്പം മുത്തുവിന് ടീം വേണം ആ ഇൻഡിവിജ്വാലിറ്റി കാണിക്കാൻ. പവിത്ര പോകുന്നു സൗന്ദര്യയുടെ മുത്തുവിൻ്റെയും പേര്. സൗന്ദര്യ ചില കാര്യങ്ങൾ അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് ആക്കി മാറ്റുന്നു, ചില കാര്യങ്ങൾ ഫണ്ണാക്കി എടുക്കുന്നു. പിന്നെ മുത്തു ടീമിൽ തനിയെ കളിച്ചു, പക്ഷേ ഇപ്പോൾ കളിക്കുന്നില്ല. റയാൻ പോകുന്നു ആനന്ദിയുടെയും റാണവിൻ്റെയും പേര്. ആനന്ദി ആദ്യം സ്ട്രോങ് ആയിരുന്നു, ഇപ്പോൾ ഡൗൺ ആണ്. റാണവ് ബാക്കിയുള്ളവരുടെ ഗെയിമിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ബ്രെയിൻ വാഷ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് ഈ റാണവിനെ പറ്റും നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ. റാണവ് പോകുന്നു റയാനും മഞ്ചരിയാണ് പറയാനുള്ളത്. റയാൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് വീണ്ടും ചെയ്യുന്നു. മഞ്ചരി പ്രശ്നം വലുതാക്കുന്നു. സാജന സത്യയുടെയും തർഷികയുടെയും പേര്. സത്യ ഇവിടെ മിണ്ടാതിരിക്കുന്നു. ഇപ്പം സത്യക്ക് ഇവിടെ എന്തിനാണ് ഇവിടെ വന്നതെന്നേ അറിയത്തില്ല. പിന്നെ തർഷിക ഇവിടെ തുടക്കം മുതൽ ടാസ്കിൽ ഇൻഡിവിജ്വാലിറ്റി കാണിച്ചുകൊണ്ട് നമുക്ക് ഇപ്പം ഇൻഡിവിജ്വാലിറ്റി ഇല്ല. ജെഫ്രി പോകുന്നു സാജന ലാസ്റ്റ് പോകുന്ന ഞാൻ പറഞ്ഞുതരാം. ജെഫ്രി പോകുന്നു സാജനയുടെയും റാണവിൻ്റെയും പേര്. സാജന സിൻസിയർ ആയിട്ട് ഗെയിമിൽ ഇപ്പോൾ ഒന്നും ഭയങ്കരമായിട്ട് നിൽക്കുന്നു, ഗെയിമിലൊന്നും ഒന്നുമില്ല. റാണവിൻ്റെ ഗെയിം തീർന്നു, ഈ ഒന്നുമേ ഇല്ല എന്ന് പറയാണ്. അപ്പം ആദ്യം പോയി നോമിനേഷൻ, ഓപ്പൺ നോമിനേഷൻ ആണല്ലോ, അപ്പോൾ ഇവർക്ക് രണ്ട് വോട്ട് വീതം വീഴുമ്പോഴത്തേക്കും നോമിനേഷനിൽ വരും എന്നറിയാം. അപ്പം അതിനുശേഷവും സാജന പോയ ഒരു ടൈം ഉണ്ടായിരുന്നു, നോമിനേഷൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കും സത്യയ്ക്കും വോട്ട് ഒരെണ്ണമേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ തർഷികയ്ക്കും വോട്ട് ഒരെണ്ണമേ ഉള്ളൂ.
എന്ത് ചെയ്തു? സാജന ബുദ്ധിപൂർവ്വം സത്യയ്ക്ക് ഒരു വോട്ടിട്ട് കൊടുത്തു, തർഷയ്ക്ക് ഒരു വോട്ടിട്ട് കൊടുത്തു. അവർ 2 വോട്ടായി. അപ്പോൾ സാജനയ്ക്ക് മാത്രം 1 വോട്ട്, ബാക്കി എല്ലാവർക്കും 2 വോട്ടും എങ്കിലും ലിസ്റ്റ് കിട്ടി. അപ്പോൾ അടുത്ത് എന്ത് ചെയ്തു? ജെഫ്രി പോയിട്ട് സാജനയ്ക്ക് ഇട്ട് ഒരു താങ്ങി. പക്ഷേ സാജനയും ജെഫ്രി ഇവിടെ കളിച്ചതാണ്, കാരണം എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവന്നു. ഇനി ഞാൻ ടോട്ടൽ വോട്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് പറയുന്നത്. മഞ്ജരി 6, മുത്തു 4, റയാൻ 3, പവിത്ര 2, ആനന്ദി 4, സാജന 2, രഞ്ജിത്ത് 2, സത്യ 2, സൗന്ദര്യ 2, ജാക്കലിൻ 2, റാണവ് 3, തർഷിക 2. ഇതാണ് വോട്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി 9ാം ആഴ്ചയിൽ എനിക്ക് അലച്ചതുകൊണ്ടാണ് നോമിനേഷൻ ലിസ്റ്റ്. മഞ്ജരി, ആനന്ദി, റാണവ്, മുത്തു, രഞ്ജിത്ത്, സാചന, റയാൻ, തർഷിക, സത്യ, സൗന്ദര്യ, പവിത്ര, ജാക്ലിൻ. അങ്ങനെ ടോട്ടൽ 12 പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്. സേഫ്, ഈ ആഴ്ച സേഫ് ആയിരിക്കുന്നത് ക്യാപ്റ്റൻ ജെഫ്രി. അൻഷിതയുടെ പേര് ആരും പറഞ്ഞില്ല, വിശാലിൻ്റെ പേര് ആരും പറഞ്ഞില്ല, ദീപക്കിൻ്റെ പേര് ആരും പറഞ്ഞില്ല, അരുണിൻ്റെ പേര് ആരും പറഞ്ഞില്ല. പക്ഷെ അത്യാവശ്യം വേണ്ടവരൊക്കെ നോമിനേഷനിൽ വന്നു. പിന്നെ നോമിനേഷൻ കഴിഞ്ഞ ശേഷം മുത്തു പവിത്ര അടുത്ത് പറയുകയാണ്, മുത്തു പവിത്ര നീ എന്താണ് അവിടെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിലാണ് നീ അഭിപ്രായം പറയുന്നത്? എനിക്ക് ഇതിനേക്കാൾ കൂടുതലൊന്നും അഭിപ്രായം പറയാൻ അറിയില്ല എന്ന് പവിത്ര പറയുന്നു. പിന്നീട് പവിത്രയും സൗന്ദര്യമായിട്ട് സംസാരിക്കുന്നു. പവിത്ര എന്താണ് നീ എൻ്റെ പേര് നോമിനേറ്റ് ചെയ്യാൻ കാരണം? അപ്പോൾ സൗന്ദര്യ എനിക്ക് റാൻഡമായിട്ട് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സൗന്ദര്യ സ്വന്തമായിട്ട് പറയണം, എന്തിനുള്ള ഇങ്ങനെ റീസൺ കേട്ടുകൊണ്ട് നടക്കുന്നത്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്നില്ല എന്നെല്ലാം പറയുന്നു. പിന്നീട് ജാക്കലിനും റയാനും സംസാരിക്കണം. ജാക്കലിൻ പറഞ്ഞു, ഇവരെന്നെ ഓരോരുത്തരും പറഞ്ഞ കാരണം നോക്ക്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോൾ അവർക്കൊക്കെ ഗ്രൂപ്പ് കാണിക്കാം. അപ്പോൾ തർഷികയും പവിത്രയോട് ഇതേ സമയം സംസാരിക്കുന്നു. പവിത്രയ്ക്ക് നല്ല വിഷമമുണ്ട്, പലരും പല റീസൺസ് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ തർഷിക പറയണം, എടി നീ ആവശ്യമുള്ളത് എടുക്കും. ഇപ്പോൾ പവിത്ര, എനിക്ക് അതൊന്നും കുഴപ്പമില്ല, എന്നെ നോമിനേഷനൊക്കെ ചെയ്തിട്ട്, പക്ഷേ റീസണാണ് എനിക്ക് ദഹിക്കാത്തത്, അത് തെറ്റായിട്ടുള്ള റീസണാണ്. അന്നും അതേ റീസൺ, ഇന്നും ഇതേ റീസൺ. പവിത്ര വല്ല അവിടെ ചെയ്യുന്നുണ്ടോ? ഒന്നുമേ ചെയ്യുന്നില്ല. അതാണ് ഇവർ പിടിച്ച് നോമിനേഷൻ ഇടുന്നത്. എന്നിട്ടാണ് ഇങ്ങനെ ചാടുന്നത്. അപ്പം ആനന്ദി അൻഷിത ഈ സമയം സംസാരിക്കുന്നു. ആനന്ദി പറയാണ്, എടി കിച്ചണിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ടില്ല എന്നാണ് എന്നെ പറയുന്നത്. കിച്ചണിലെ വഴക്കിൽ ഞാനെന്തോന്ന് പറയണം? അപ്പം അൻഷിത, എടി നിന്നെ മുത്തുവിനെയൊക്കെ പറഞ്ഞത് സെയിം റീസണിലാണ്. ഈ വീക്ക് എല്ലാവരും സംസാരിച്ചു, പിന്നെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞെന്നവരിലേക്കാണ് അവർ വന്നത്. അപ്പം ആനന്ദി പറയാണ്, മഞ്ജരി, മുത്തു, അരുണും ദീപക്കായിട്ടുള്ള അടിയാണ് അവിടെ കിച്ചണിൽ നടന്നത്, ഇതിനകത്ത് ഞാൻ എന്തിന് ഇടപെടണം? അപ്പം കുറച്ച് കഴിഞ്ഞ് സാജന വന്നിട്ട് പറയുന്നു, വിശാൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് പല ഗ്രൂപ്പിനകത്ത്. അപ്പോൾ ആനന്ദി, ഗോവ ഗ്യാങ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യത്തില്ല, അവർ പുറത്തുള്ള ഒരാളെ കണ്ടുപിടിച്ചേ നോമിനേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം നോക്ക്, വിശാലിനേക്ക് ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ, സത്യ, ജെഫ്രിയൊക്കെ ആരെങ്കിലും വിശാലിൻ്റെ പേര് പറഞ്ഞാൽ ആരും പറഞ്ഞില്ല, പറയൂല, കാരണം അവരങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. അതിനുശേഷം ഇവരുടെ ഷോപ്പിംഗ് ടാസ്ക് വരുന്നു. വേറൊന്നുമല്ല, ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഡാൻസ് ഫ്ലോർ ഉണ്ട്. അവിടെ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് പോയി ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുക, ഒരു പാട്ട് കേൾക്കും. അപ്പോൾ ഇവർ ഈ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുക. അപ്പോൾ ഇത് ഡാൻസ് കളിക്കുന്ന അനുസരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പാടില്ല, ഈ ഡാൻസ് കളിക്കുന്ന അനുസരിച്ചിട്ട് ഏത് പാട്ടാണ് എന്നുള്ളത് കണ്ടസ്റ്റൻസ് ഗസ് ചെയ്യുക. അപ്പോൾ ഗസ് ചെയ്ത് കറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിൽ 500 പോയിന്റ്സ് വീതം കിട്ടും. ടോട്ടൽ എത്ര പോയിന്റ്സ് ആണ് കിട്ടുന്നത് അത്രയും പോയിന്റ്സാണ് ഷോപ്പിംഗ് ചെയ്യേണ്ടത്. ഞാനതിനകത്ത് അൻഷിതയുടെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അൻഷിത മലയാളി ആയതുകൊണ്ട് പാട്ട് ഏത് വരും എന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അൻഷിതയുടെ എപ്പിസോഡിൽ കാണിച്ചില്ല. ഇതിനകത്ത് തെറ്റ് കാണിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് തെറ്റിപ്പോകുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല, ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. അതൊക്കെ നല്ല എളുപ്പമുള്ള സാധനങ്ങളായിരുന്നു. ദീപക്കിന് കിട്ടിയത് മറ്റേതായിരുന്നു, അതായിരുന്നു നമ്മുടെ ജവാനിലെ. അപ്പം ഇങ്ങനെ കാണിക്കായിരുന്നു, മറ്റേ ഇങ്ങനെ കാലൊക്കെ വളച്ചിട്ട്. പക്ഷേ ദീപക് ആ സ്റ്റെപ്പൊന്നും കാണിച്ചില്ല. പിന്നെ രഞ്ജിത്തിന് വന്നത് മറ്റേ ഇതായിരുന്നു, വണ്ണാരപ്പേട്ടയിലെ ഒരു പപ്പാലിയെ രടിച്ച. ആ രഞ്ജിത്തിനല്ല, റാണവിനെന്തോ, റയാൻ, രഞ്ജിത്തിനാണ് വണ്ണാരപ്പേട്ടയിലെ, അല്ല റയാനാണ് വണ്ണാരപ്പേട്ടയിലെ വന്നത്, അതും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ രഞ്ജിത്തിന് വന്നത് നമ്മുടെ ഇതിലെ എന്താ സിനിമയുടെ പേര് എൻ്റെ മൈൻഡിൽ ഇരിക്കുന്നല്ലോ, അയ്യോ, യന്തിരൻ. യന്തിരനിലെ പാട്ടായിരുന്നു, ഇരുമ്പിലെ ഒരു ദയം മുളയ്ക്കതോ, ആ പാട്ട്. അപ്പോൾ അതൊന്നും ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമുള്ള, ഭയങ്കര പാടുള്ള സാധനങ്ങളൊക്കെ അവർ കാണിച്ചു കൊടുത്തു, എളുപ്പമുള്ളതെന്ന് അവർക്ക് പറ്റില്ല പോലെ തോന്നി. അങ്ങനെ ടോട്ടൽ 13 പേര് ആക്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അവർ ചെയ്തു. 4 പേരുടേത് മാത്രം അവർക്ക് പറ്റിയില്ല. അപ്പോൾ ടോട്ടൽ 6500 പോയിന്റ്സ് കിട്ടി. പതിവ് പോലെ പ്ലാസ്മ TV-യിൽ വരുന്നു, എല്ലാവരും സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് തർക്കങ്ങളൊക്കെ നടക്കുന്നു. തർക്കമെന്നല്ല, സംസാരം, അത് കൂടുതലായിപ്പോയി, ഇത് കുറച്ചേ ഉള്ളൂ, അത് കുറച്ച് വേണമായിരുന്നു, നമ്മൾ സെലക്ട് ചെയ്ത കൂടിപ്പോയോ കുറഞ്ഞു പോയോ, അതിൻ്റെ പേരിൽ സംസാരിക്കുന്നു. രാത്രി അരുണും മഞ്ജരിയും കൂടെ ഇരുന്ന് ഒരു വിധത്തിൽ ഞാൻ ആലോചിക്കണം. അപ്പം ഞാൻ അരുണും മഞ്ജരിയോ എന്ത് പറ്റി? അവർ തമ്മിലിരുന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു വിധം അവിടെ സോൾവ് ആക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അതായത്
ബിഗ് ബോസ് സീസൺ 8 തമിഴ് 2 to 3 ആഴ്ച വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം ബിഗ് ബോസ് വീട്ടിൽ 17 പേരാണ് ബാക്കിയുള്ളത്. 17 പേര് ടോട്ടൽ 24 കണ്ടസ്റ്റൻസ് ആണ്. വൈൽഡ് കാർഡ്സും കൂടി ചേർത്ത് വന്നാൽ അതിനകത്തുനിന്ന് 7 പേര് എവിക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി ബാക്കി 17 പേരുണ്ട്. ഈ 17 പേരിൽ ഫിനാലയ്ക്ക് മുന്നേ 5 പേരെ ഒഴിച്ച് ബാക്കി എത്ര പേരെ കളയണം? 12 പേരെയും എവിക്റ്റഡ് ആക്കണം. 12 പേരെ എവിക്റ്റഡ് ആക്കണം. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയാവോ? കറക്റ്റ് ഒരു 50 ദിവസമുണ്ട്. ഈ 50 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ 12 പേരെ എവിക്റ്റ് ആക്കുന്നത്? എനിക്ക് കാരണം തമിഴ് ബിഗ് ബോസ് 105 ദിവസമാണ്, ഇന്നിപ്പോൾ 57 പോട്ടെ. അപ്പോൾ ഈ 57 to 106 വരെ ഒരു 50 ദിവസം കൂട്ട്. അപ്പോൾ ഈ 50 ദിവസത്തിനുള്ളിൽ 12 പേരെ എവിക്റ്റ് ചെയ്യണം. 50 ദിവസം എന്ന് പറയുമ്പം 7 വീക്കെൻഡ്. ഈ 7 വീക്കെൻഡ് വെച്ച് എങ്ങനെയാണ് 12 പേരെ എവിക്റ്റ് ആക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം 12 പോരാ, 10-13 പേരെ എവിക്റ്റ് ആക്കണം. അപ്പോൾ ഇതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. പണപ്പെട്ടി വഴി ഒരാൾ പോകുമായിരിക്കാം. ബാക്കി അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വീക്കെൻഡ് മുതൽ എല്ലാ ആഴ്ചയും ഡബിൾ എവിക്ഷൻ നടത്തണം. 63 ഡബിള്, 70 ഡബിള്, 77 ഡബിള്, 84 ഡബിള്, 91 ഡബിള്, 98 ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് 105 ഫിനാലയിൽ 5 പേരെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കുമോ, വളരെ ചാൻസസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു സംശയം ഉണ്ട്. ഈ സീസൺ 2-3 ആഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്നുകിൽ 119 ദിവസമോ ഇല്ലെങ്കിൽ 126 ദിവസമോ ഇല്ലെങ്കിൽ 111 ദിവസമോ ഒക്കെ ആവാനുള്ള 12 ദിവസമൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കൂടുതൽ ചാൻസ് ആണ്. പിന്നെ അവിടുത്തെ ഈ സീസൺ TRP കയറി വരുന്നുണ്ട്. സീസണകത്തൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഇൻഡിവിജ്വൽ ആക്കിയതിനു ശേഷം പൊട്ടുന്നുണ്ട്. അടി പൊട്ടുക എന്നുള്ളതാണല്ലോ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും വേണ്ട കാര്യം. അപ്പം അടി പൊട്ടുന്നത് കൊണ്ട് തന്നെ സീസൺ ഹിറ്റാണ്. ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ 50 ദിവസം വേറെ ഷോക്ക് വരുന്നു, പൊട്ടി. ഈ 2 ആഴ്ച ചെയ്താൽ ഭയങ്കര കത്തക്കമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പ്ലാനുകൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും തീരുന്നത്. ഞാൻ റിവ്യൂ ചെയ്ത് ഇതിൻ്റെ ഉപ്പാട് വരും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് ഞാൻ അറിഞ്ഞ അപ്ഡേറ്റ്, എൻ്റെ റിവ്യൂ. അപ്പോൾ ദയവ് കരുതി നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുറന്നിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടത്. കാരണം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല. എനിക്ക് ആരുടെ ഒപ്പീനിയൻ കേൾക്കാനും പറ്റില്ല, അവരുടെ ഒപ്പീനിയൻ നോക്കി അത് പോസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, തീരെ താല്പര്യമില്ല. അപ്പം എൻ്റെ ഒപ്പീനിയൻ കേൾക്കാൻ താല്പര്യമുള്ളവർ ഞാൻ പറയും, എൻ്റെ ഒപ്പീനിയനായിട്ട് മാത്രം എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അവർക്ക് വോട്ട് കൊടുക്കുക, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പോലെയും പറയാറില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടം പറയുന്നു, എൻ്റെ താല്പര്യം പറയുന്നു, എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയുന്നു, അത് ജെനുവിനായിട്ട് പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ ആഴ്ച വിജയ് സേതുപതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം, അടുത്ത ആഴ്ച വന്ന് പുള്ളിക്കാരെ റോക്കാക്കുകയാണെങ്കിൽ ഞാൻ അതേപോലെ പൊക്കി പറയും. മനസ്സിലായോ? എനിക്ക് എന്തിനാണ് വളരെ വൈരാഗ്യം? പോണ ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. ഞാൻ അറിഞ്ഞത് നാളെ നമ്മുടെ ഒരു ഏഞ്ചൽ വേഴ്സസ് ഡെവിലോ അങ്ങനെ എന്തോ ഒരു ടാസ്ക്കാണ് വീക്കിലി ആയിട്ട് കൊടുക്കുന്നതെന്നാണ്. നമുക്ക് നോക്കാം, നാളെ അറിയാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട്. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.